മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾക്ക് രണ്ട് തരം മുഅ്ജിസത്തുകളുണ്ട്. ഒന്ന് ഹിസ്സിയായ മുഅ്ജിസത്ത് എന്നും മറ്റൊന്ന് മാനവിയായ മുഅ്ജിസത്ത് എന്നും പറയും. മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അതാർക്കും ചെയ്യാൻ കഴിയാത്തതാണ്. ഹിസ്സിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ആർക്കും ചെയ്യാൻ കഴിയാത്തതാണ്. നമ്മളെല്ലാ നബിമാരെയും പരിശോധിച്ചാൽ ആ കാലത്തെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മുഅ്ജിസത്തുകളാണ് എല്ലാ കാലത്തും അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ലോകത്ത് സിഹിർ പണിക്കാർ എന്ന മാരണവിദ്യക്കാർ, ജാലവിദ്യ അറിയുന്ന ആളുകൾ, കങ്കട്ടുകാർ, മായാജാലം അറിയുന്ന ആളുകൾ, മെസ്മരിസവും മെൻ്റലിസവും ഒക്കെ അറിയുന്ന ആളുകൾ വളരെ കൂടുതലായതുകൊണ്ട് എല്ലാ ജാലവിദ്യയെയും മറികടക്കുന്നതാണ് മൂസാ നബിക്ക് നൽകിയ മുഅ്ജിസത്ത്. അതാണ് ചരിത്രപ്രസിദ്ധമായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് പിശാച്ച് ഷൈത്താന് മിസ്മാറുകൾ എന്ന വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദാവൂദ് നബിക്ക് അള്ളാഹു നൽകിയത് ശബ്ദം എന്ന മുഅ്ജിസത്തായിരുന്നു. ദാവൂദ് നബി വേദപാരായണം ആരംഭിച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളങ്ങൾ നിൽക്കുമായിരുന്നു എന്നും പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ നിൽക്കുമായിരുന്നു എന്നുമൊക്കെയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥവും പദ്യരൂപത്തിലുള്ളതായിരുന്നു എന്നതാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അദീം, 4 എണ്ണമാണ്. ഫുർഖാനുൽ അദീം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ എന്ന് പറഞ്ഞതാണ് പഴയ നിയമം, പുതിയ നിയമം എന്ന് പറയുന്നത്. അതും പലരും കണ്ടിട്ടുണ്ടാവും. ഇഞ്ചീൽ നമ്മൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ഇഞ്ചീൽ കാണാതിരിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അതിൽ ഒന്ന് താരീഖുകൾ ഇല്ല എന്നതും 2 നിയമങ്ങൾ ഒന്നുമില്ല എന്നതുമാണ്. സത്യത്തിൽ ഇഞ്ചീൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് രാവിലെയും വൈകുന്നേരം കേൾക്കുന്ന കവിത ഇഞ്ചീലാണ് സത്യത്തിൽ. അത് പഴയ തൗറാത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് പ്രിൻ്റ് ചെയ്യലുണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് നിർത്തിയതാണ്. അത് കവിതകളാണ്. അത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ടതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് മാസ്മരികമായ ശബ്ദമുണ്ടായിരുന്നു. ഒരിക്കൽ സ്വഹാബത്ത് നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലേ സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, സ്വർഗത്തിൽ ആ പാട്ട് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ കാറ്റുണ്ട്. സ്വർഗാവകാശികൾ അള്ളാഹുവിനോട് ഒരു പാട്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു ആ കാറ്റിനെ വിളിക്കും. അങ്ങനെ സ്വർഗത്തിൽ ഖസബ് എന്ന പേരായ ഒരു മുളങ്കാടുണ്ട്. ഈ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിച്ച് മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ള മരങ്ങൾ പ്രകാശിച്ചു കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നബിനോട് ചോദിച്ചു, വേറെ പാട്ടുണ്ടാവുമോ ചോദിച്ചു. സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുമോ നബി എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട് പറഞ്ഞു. അപ്പം സ്വഹാബത്ത് ചോദിച്ചു, ആ വേറെയുള്ള പാട്ട് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ നീളമുള്ള ഒരു വലിയ പുഴയുണ്ട്. ആ പുഴയുടെ 2 ഭാഗത്ത് ഹൂറുൽ ഈങ്ങൾ എന്നു പേരായ സ്ത്രീകൾ അണിനിരന്നുകൊണ്ട് കൈകൊട്ടിയിട്ട് മനോഹരമായ ഒരു പാട്ട് പാടും. ഹൂറുൽ ലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തൊഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, വേറെ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ വേറെയും പാട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇനിയുള്ള പാട്ട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ഒരു മിമ്പർ, ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി പറയും. പ്രകാശത്തിൻ്റെ സ്റ്റേജ് കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കും. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ആ പ്രകാശത്തിൻ്റെ മിമ്പറിൽ കയറ്റി നിർത്തിയിട്ട് മനോഹരമായി ഒന്ന് വേദഗ്രന്ഥം പാരായണം ചെയ്യാൻ പറയുമ്പോൾ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ
ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ എന്നിങ്ങനെ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഷഫീഉൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് തരം മുഅ്ജിസത്തുണ്ട്, ഹിസ്സിയുമുണ്ട് മാനവീയമുണ്ട്. മാനവീയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അത് മുഅ്ജിസത്താണ്. ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. അത് മറ്റൊരാൾക്ക് അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കഴിയുന്നതിനെയാണ് മാനവീയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത്. ഹിസ്സിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതാണ്. ഹിസ്സിയായ മുഅ്ജിസത്തിൻ്റെ ഉദാഹരണമാണ് ഖുർആൻ ഷരീഫ് എന്ന് പറയുന്നത്. വലിയ ആശയങ്ങളൊന്നും നിങ്ങൾക്ക് ഈ സമയത്ത് ദഹിക്കൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചെറിയ ചെറിയ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും റസൂലുമാണ് എന്നതിൻ്റെ തെളിവാണ് ഖുർആൻ. ഖുർആനാണ് എന്നതിൻ്റെ തെളിവല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുതിർന്ന ആളുകളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഖുർആൻ മുഹമ്മദ് നബിയുടെ തെളിവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൻ്റെ തെളിവ് മുഹമ്മദ് നബി അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നല്ലൊരു പ്രധാനപ്പെട്ട ആശയമാണ്. ഖുർആൻ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു കാര്യം വിജയിക്കണമെങ്കിലും ആദ്യം നിയ്യത്ത് ശരിയാവണം. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഇസ്ലാഹു നിയ്യത്തി ബില്ലാഹി അസ്സ വജല്ലയാണ്. ഒന്ന് നിയ്യത്ത് ശരിയാക്കണം. പരിശുദ്ധമായ ഖുർആൻ എന്നത് ഇൽമു അങ്ങനെ തന്നെയാണ്. ഇൽമ് മുഹമ്മദ് നബിയുടെ തെളിവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിൻ്റെ തെളിവല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിയത്ത്, റിസാലത്ത്, നുബുവത്ത് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഖുർആൻ വന്നിരിക്കുന്നത്. അതിനാൽ ഖുർആൻ മുഹമ്മദ് നബിയാണെന്നതിൻ്റെ തെളിവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ്റെ തെളിവല്ല. ഖുർആൻ മനസ്സിലായിട്ട് ഒരാൾക്ക് മുഹമ്മദ് നബിനെ മനസ്സിലാവുക എന്നതിനേക്കാൾ മുഹമ്മദ് നബി ഖിറാഅത്ത് മാത്രം പോരാ, ആലിമാവുക എന്നതുകൂടി ഹാഫിദാക്കണം ആദ്യം. കാരണം അത് ചെറുപ്പത്തിലേ നടക്കുള്ളൂ. ആലിമാകൽ വലുതായാലും നടക്കും. അതുകൊണ്ട് ഹാഫിദാക്കണം, ആലിമുമാക്കണം. ഹാഫിദും ആലിമുമാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എല്ലാവരും നിയത്ത് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പലരും ഇൽമിനെ സ്നേഹിച്ചുകൊണ്ടല്ല ഇൽമു പഠിക്കുന്നത് എന്നുള്ളതാണ്. ജോലിയെ സ്നേഹിച്ചുകൊണ്ട് ഇൽമു പഠിക്കുന്നു. കണക്ക് പഠിക്കണ ഒരാൾ കണക്കിനെ സ്നേഹിച്ച് കണക്ക് പഠിക്കാറില്ല. കണക്ക് പഠിച്ചാൽ BEd വേഗം കിട്ടും, അപ്പോൾ സ്കൂളിൽ വേഗം ജോലി കിട്ടും, അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് ജോലി ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ്.